إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഭൂതി നിറഞ്ഞതും മനോഹരവും അതുല്യവുമായ നിമിഷം എന്ന് പറയുന്നത് സ്വർഗത്തിൽ വച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നോക്കിക്കാണുക എന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദതൻ നളരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക്. അല്ലാഹുവേ, നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ആനന്ദത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ആനന്ദം. നിന്നെ കണ്ടുമുട്ടാനുള്ള കൊതി എൻ്റെ മനസ്സിൽ നീ ഇട്ട് തരണേ റബ്ബേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ വലിയ ഒരു ലക്ഷ്യമാക്കി എൻ്റെ മനസ്സിൽ നീ നൽകണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തത്. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണലാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കാണ് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ആരാണോ ഇഹ്സാൻ ചെയ്യുന്നത് അവർക്ക് അൽ ഹുസ്ന അഥവാ സ്വർഗമുണ്ട്, വസിയാദ അധികരിച്ചതുമുണ്ട്, അഥവാ അന്നളറു ഇലാ വജ്ഹില്ലാഹിൽ കരീം, അത്യുന്നതനായ ഉദാരവാനായ അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള സൗഭാഗ്യമാണ് സിയാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നത് ആർക്കാണ്? ലില്ലദീന അഹ്സനു, ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾക്കാണ്. എങ്കിൽ എന്താണ് ഇഹ്സാൻ? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. അതിന് അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയ മറുപടി, അൽ ഇഹ്സാനു അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. ഏതുപോലെ? നീ അള്ളാഹുവിനെ നേർക്കുനേരെ കാണുന്നുണ്ട് എന്നതുപോലെ. അങ്ങനെ നിനക്ക് കാണാൻ സാധ്യമല്ല എങ്കിലും ഫഇന്നഹു യറാക്, അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിനെ കാണിക്കാൻ വേണ്ടി റഹ്മാനായ റബ്ബ് മുന്നിൽ നിന്ന് എന്നെ നോക്കുന്നുണ്ട് എന്ന പ്രതീതിയോടുകൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടാകും, റബ്ബിന് തൃപ്തിപ്പെട്ട കാര്യങ്ങളെ ആ വ്യക്തി ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സൗഭാഗ്യം ലഭിക്കുന്ന ഇഹ്സാനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. അതോടൊപ്പം ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ
പരിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങളുടെയും ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു, അസ്സിയാദത്തു ഫിൽ ഖൈർ വഹുസ്നുൽ ഖുൽഖ് വഹുസ്നുൽ കലാം വഹുസ്നുത് തആമുലി മഅന്നാസ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഖൈറിൽ സിയാദത്ത് നൽകലാണ്, അധികരിച്ച പുണ്യം ചെയ്യലാണ്, മനുഷ്യരോട് നല്ല വാക്കുകൾ പറയലാണ്, മനുഷ്യരോട് പെരുമാറുമ്പോൾ ഏറ്റവും നന്നായി പെരുമാറലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബ്നിസ് സബീലി വമാ മലകത് ഐമാനുകും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവനിൽ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ സുഹൃതം ചെയ്തു കൊടുക്കണം, അഥവാ നന്മയിൽ വർദ്ധിപ്പിച്ചു കൊടുക്കണം, ഏറ്റവും നന്നായി അവരോട് സംസാരിക്കണം, ഏറ്റവും നന്നായി അവരോട് പെരുമാറണം, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് വർത്തിക്കണം. മാതാപിതാക്കളോട് മാത്രമല്ല, കുടുംബക്കാരോടും അയൽവാസികളോടും, കുടുംബ ബന്ധമുള്ള അയൽവാസികളോടും അല്ലാത്ത അയൽവാസികളോടും മിസ്കീനുകളോടും അതേപോലെ അനാഥകളോടും നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ആളുകളോടും എല്ലാവരോടും ഇഹ്സാനോടുകൂടി വർത്തിക്കുക. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല വാക്കുകൾ പറയുക. വഖുല്ലി ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ, എൻ്റെ അടിമകളോട് പറയണം ഏറ്റവും നല്ല വാക്കുകളാണ് അവർ പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുക. അപ്പോൾ നന്നായി പെരുമാറുക, നല്ല വാക്കുകൾ പറയുക, എല്ലാ ഖൈറുകളും നന്മകളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, അതാണ് ഇഹ്സാൻ. ആ ഇഹ്സാനിൻ്റെ ആളുകൾക്കാണ് സ്വർഗം, ആ ഇഹ്സാനിൻ്റെ ആളുകൾക്കാണ് റഹ്മാനായ റബ്ബിനെ നോക്കിക്കാണുവാനുള്ള ഭാഗ്യവും. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഹ്സാനിലെ ഏറ്റവും വലിയ മർത്തബയിൽപ്പെട്ടതാണ് നമ്മോട് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകളോടും ഏറ്റവും നന്നായി അങ്ങോട്ട് വർത്തിക്കുക. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പരുക്കൻ റിദാ തട്ടം തൻ്റെ തോളിലൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറാബിയായ ഒരു മനുഷ്യൻ വന്നിട്ട് ആ പരുക്കൻ തട്ടം പിടിച്ചു വലിച്ചു. അതിൻ്റെ ഖലീലായ അറ്റം, പരുക്കനായ അറ്റം നബിയുടെ കഴുത്തിലൂടെ ഇങ്ങനെ വലിഞ്ഞപ്പോൾ, അയാൾ പിടിച്ചു വലിച്ചപ്പോൾ അവിടെ പാടുകൾ എനിക്ക് കാണാൻ സാധിച്ചു. തൊലി പോയി, അവിടെ ചുവപ്പ് നിറമായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദനയുണ്ടായി. എന്ന് മാത്രമല്ല, ആ അറാബി പറയുന്നത് യാ മുഹമ്മദ്, യാ റസൂലല്ലാഹ് എന്നല്ല, യാ മുഹമ്മദ് മുർ ലീ മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക്, താങ്കളുടെ അനുയായികളോട് പറയണം, അള്ളാഹുവിൻ്റെ ധനം താങ്കളുടെ അടുക്കലുള്ള അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്ന് എനിക്ക് തരാൻ. അദ്ദേഹത്തിൻ്റെ പ്രയോഗം സൂക്ഷ്മമാണ്. അഥവാ നിങ്ങളുടെ ധനം എനിക്ക് തരണം എന്നല്ല, മിമ്മാലില്ല, അള്ളാഹുവിൻ്റെ പണം താങ്കളുടെ അടുക്കലുള്ളതിൽ നിന്ന് എനിക്ക് തരാൻ വേണ്ടി അനുയായികളോട് പറയണം, കാരണം ഞാൻ ആവശ്യക്കാരനാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ്? ഒരു വലിയ സമൂഹത്തിൻ്റെ നേതാവാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, അഷ്റഫുൽ ഖൽഖാണ്. ആ അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മോശമായി പെരുമാറിയിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തതെന്താണ്? ഫൽതഫത ഇലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണത് ചെയ്തത് എന്ന് നോക്കി. എന്നിട്ടോ ഫളഹിക്കൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ആ വാക്കും കണ്ടിട്ട് റസൂൽ ദേഷ്യം പിടിക്കുകയല്ല ചെയ്യുന്നത്. ഫളഹിക്കൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമറ ലഹു ബിഅതാഇൻ, അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ കൊടുക്കാൻ വേണ്ടി സഹാബത്തിനോട് പറയുകയും അള്ളാഹുവിൻ്റെ റസൂൽ ചിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് മോശമായി പെരുമാറിയവരോടും അങ്ങോട്ട് മനോഹരമായി പെരുമാറുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഇഹ്സാനിൻ്റെ അതുല്യമായ മർത്തബ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും അദ്ദേഹം ചിലവിന് കൊടുത്തിരുന്ന മിസ്തഹ് എന്ന് പറയുന്ന ഒരു സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ചെറിയൊരു അബദ്ധം പറ്റിയപ്പോൾ, മോശമായ ഒരു കാര്യം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ അയാളെ സഹായിക്കുകയില്ല, ഇനി ഒരിക്കലും ഞാൻ അയാൾക്ക് ചെലവിന് കൊടുക്കുകയില്ല. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലിയഅഫൂ വലിയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ മാപ്പ്
മാപ്പ് നൽകൂ, വിട്ടുവീഴ്ച കാണിക്കൂ. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് അള്ളാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവർക്ക് പുറത്തു കൊടുക്കൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി ഇന്നി ല ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹുവാണ്, അല്ലാഹു എനിക്ക് പുറത്തു തരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫറജഅ ഇലാ ഇഹ്സാനിഹി, അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന് നന്മ ചെയ്യുവാൻ അദ്ദേഹം തുടങ്ങിയെന്ന് മാത്രമല്ല, അല്ലാഹുവിനെ ആണയിട്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ഇന്നി ലാ അൻസിഉഹാ അൻഹു അബദാ, അല്ലാഹുവാണ്, ഇനി ഒരിക്കലും മരണം വരെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അതെടുത്തു കളയുകയില്ല, ഞാൻ അദ്ദേഹത്തിന് നന്മകൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് വലിയ ഒരു ആരോപണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിനെതിരെ പറഞ്ഞ ആൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിട്ടുകൊടുക്കുകയാണ്. ഈ നിലക്ക് ഇങ്ങോട്ട് തെറ്റുകൾ ചെയ്താലും അങ്ങോട്ട് നല്ല നിലക്ക് വർത്തിക്കുക. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവതു കഅന്നഹു വലിയ്യുൻ ഹമീം, അപ്പോൾ നിനക്കും ആർക്കുമിടയിലാണോ ശത്രുതയുള്ളത് അവർ നിന്റെ മിത്രമായി മാറുന്നത് കാണാം. അപ്പോൾ തിന്മയെ നന്മ കൊണ്ട് നേരിടാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അത്തരം ഇഹ്സാനിൻ്റെ ആളുകളായി നാം മാറിയാൽ തീർച്ചയായും റഹ്മാനായ റബ്ബിനെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നന്മകളെ നാം ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോൾ മാത്രമാണ് തിരിച്ച് അള്ളാഹുവിനോട് ഇഹ്സാൻ ചെയ്യുവാനും സൃഷ്ടികളോട് ഇഹ്സാൻ ചെയ്യുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, നീ നന്മ ചെയ്യണം അള്ളാഹു നിനക്ക് ഖൈറുകൾ നൽകിയതുപോലെ. അപ്പോൾ അള്ളാഹുവാണ് നമുക്ക് എല്ലാ ഖൈറുകളും നൽകിയിട്ടുള്ളത്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ തിരിച്ച് എന്താണ് നാം ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കണം. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് പോലും എന്തിനാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണവും ജീവിതവും അള്ളാഹു സൃഷ്ടിച്ചത്, ഈ അത്ഭുതകരങ്ങളായ പ്രപഞ്ചത്തെ സംവിധാനിച്ചത്, ഇതെല്ലാം അള്ളാഹു സംവിധാനിച്ചത് നമ്മിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ്? അഹ്സനു അമലൻ, ഇഹ്സാനിൻ്റെ ആളുകൾ ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ജീവിതം തന്നെ. അതുകൊണ്ട് ജീവിതത്തെ നന്നാക്കി തീർക്കുക. അതോടൊപ്പം സൃഷ്ടികൾക്ക്, സമസൃഷ്ടികൾക്ക്, നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിന് നന്മകൾ ചെയ്തു കൊടുക്കുക. ഇണകൾക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും അയൽവാസികൾക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും നന്മ ചെയ്യുന്ന ആളുകളായി നാം മാറുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ധാരാളം ഓഫറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും വലുത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച റബ്ബിനെ കാണുക എന്നതാണ്. അതിനു പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇഹ്സാനിൻ്റെ ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം അള്ളാഹു കുറച്ചു കളയുകയേ ഇല്ല. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, ഇഹ്സാൻ ചെയ്യുന്ന ആളുകളുടെ സമീപത്താണ് റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യമുള്ളത്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാനിൻ്റെ പ്രതിഫലം ഇഹ്സാൻ അല്ലാതെ വേറെ എന്താണ്? സൂറത്തുർ റഹ്മാനിൽ സ്വർഗീയ സുഖാനുഗ്രഹങ്ങളെ വളരെ വിശദമായി വിശദീകരിച്ചിട്ടാണ് റബ്ബ് പറയുന്നത്, ഈ സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം ഇഹ്സാനിൻ്റെ ആളുകൾക്കാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃതത്തിൻ്റെ ആളുകളാവുക, നന്മയുടെ ആളുകളാവുക. ശഅബാൻ മാസത്തിലാണ് നാം ഉള്ളത്.
അള്ളാഹുവിങ്കലേക്ക് പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. ദാലിക ശഹ്റുൻ തുർഫഉൽ അഅമാലു ഇലല്ലാഹി അസ്സ വജൽ. അള്ളാഹുവിലേക്ക് പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. ഈ ശഅബാൻ മാസത്തിൽ ധാരാളമായി ഖൈറുകൾ ചെയ്യുക. ഖാരിയങ്ങളുടെ ഖുർആകളുടെ ഷഹറാണ് ശഅബാൻ മാസം. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്തും നോമ്പുകൾ നോറ്റും നന്മകൾ ചെയ്തും പുണ്യത്തിൽ നാം മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.